വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി ഇപ്പോൾ സഭയിൽ ചർച്ചയ്ക്ക് വരികയാണ്. താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഷഹബാസ് എന്ന വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ സംഭവം സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്കയും അരക്ഷിതാവസ്ഥയും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നതായിരുന്നു ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് ഉണ്ടായത്. അത് സഭയിൽ ഇന്ന് ചർച്ചയുണ്ടാകും. 12 മണി മുതൽ 2 മണിക്കൂർ അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച ചെയ്യാം എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു ആഘാതം, ആ വിഷയം അതീവ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യണം എന്ന താല്പര്യം തന്നെയാണ് ഭരണപക്ഷത്തിനും ഇപ്പോഴും ഉള്ളത്. മുഖ്യമന്ത്രിയും സ്പീക്കറും അടക്കമുള്ളവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നതും അതാണ്. 12 മണി മുതൽ ചർച്ച അല്ലേ? തീർച്ചയായും കാവ്യ, ഏതായാലും അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് പരിഗണിച്ചുകൊണ്ട് നോട്ടീസിന്മേൽ മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതിൽ അദ്ദേഹം പ്രധാനമായും സൂചിപ്പിച്ചത് അതീവ ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ്. ഈ സഭ ചർച്ച ചെയ്യണം, അതിനൊപ്പം തന്നെ സഭയിലൂടെ പൊതുസമൂഹം കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ചർച്ചയാകാം എന്നുള്ളൊരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഏതായാലും ഇത്തരത്തിൽ ഒരു അതീവ ഗൗരവ വിഷയത്തെ ചർച്ചയ്ക്കെടുത്ത സർക്കാരിനെ അഭിനന്ദിക്കുന്നതായി സ്പീക്കറും വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഇനിയിപ്പോൾ 12 മണി മുതൽ 2 മണിക്കൂറായിരിക്കും ഈ അടിയന്തര പ്രമേയ നോട്ടീസിന്മേലുള്ള ചർച്ച നടക്കുക. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുമുള്ള അംഗങ്ങൾ സംസാരിക്കും. ഏറ്റവും ഒടുവിലായിരിക്കും ഇതിനുള്ള മറുപടി മുഖ്യമന്ത്രി സഭയിൽ നൽകുക. ഏതായാലും 2 മണിക്കൂർ നീളുന്ന ക്രിയാത്മകമായ ഒരു ചർച്ച തന്നെയായിരിക്കും ഈ വിഷയത്തിൽ സഭയിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ കൃത്യമായ രീതിയിൽ ഏതൊക്കെ രീതിയിലുള്ള നടപടികളാണ് സംസ്ഥാനത്ത് സ്വീകരിച്ചു വരുന്നത് എന്നുള്ളത് വ്യക്തമാക്കും. അതിനൊപ്പം തന്നെ ഇനി ഏതൊക്കെ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഈ അടിയന്തര പ്രമേയത്തിനുള്ള മറുപടിയിൽ വ്യക്തമാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാവ്യ, ഈ ലഹരിയുടെ ഉപയോഗം, ഒപ്പം തന്നെ ഈ വയലൻസിന്റെ ഒരു അതിപ്രസരം, വീഡിയോ ഗെയിമുകൾ അടക്കമുള്ളവയുടെ കാര്യത്തിൽ അങ്ങനെയുള്ള വിവിധങ്ങളായ തലങ്ങൾ ഈ വിഷയത്തിലുണ്ട്. സമൂഹം ഇപ്പോൾ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന വിവിധ പ്രശ്നങ്ങൾ ഈ ഒരു വിഷയത്തിലുണ്ട്. നിരവധി ചോദ്യങ്ങളുണ്ട്. അതടക്കം ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വരും ആ 2 മണിക്കൂർ നേരത്തെ ചർച്ചയിൽ എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായും കാവ്യ, അതിലൊരു തരത്തിലുള്ള സംശയമില്ല. കാരണം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളിൽ വലിയ തോതിൽ വയലൻസ് അത് കൂടുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇത് വലിയ തോതിലുള്ള പഠനങ്ങൾ സർക്കാർ തലത്തിലടക്കം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ചും ഈ വയലൻസിന് വലിയ പ്രാധാന്യം നൽകുന്ന വീഡിയോ ഗെയിമുകൾ വലിയ തോതിൽ ഇപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ ഇതിനകം തന്നെ കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളടക്കം സമഗ്രമായ രീതിയിൽ തന്നെ ഇതിൻ്റെ എല്ലാ തലങ്ങളും ഈ 2 മണിക്കൂർ സമയത്ത് സഭയുടെ സഭാതലത്തിൽ ചർച്ചയാകും. വിഷയങ്ങൾ അതാത് അംഗങ്ങൾ ഉന്നയിക്കും. പ്രത്യേകിച്ചും ഓരോ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എവിടെ നിന്നൊക്കെ ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ, ഓരോ കേസുകൾ അടക്കമുള്ള കാര്യങ്ങൾ സഭയുടെ ഈ ഒരു ചർച്ചാവേളയിൽ സഭയിൽ ഉയർന്നു വരും എന്നുള്ളതിൽ തർക്കമില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിയിലുള്ള നടപടികളാകും സർക്കാർ സ്വീകരിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയും സഭയിൽ ഈ ഒരു ചർച്ചയ്ക്കുള്ള മറുപടിയായി വ്യക്തമാക്കുന്നതായിരിക്കും. കാവ്യ, താമരശ്ശേരി ഷഹബാസ് കൊലപാതകം സഭയുടെ പരിഗണനയ്ക്ക് ചർച്ചയ്ക്ക് വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസിന് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുകയാണ്. വളരെ ഗൗരവത്തോടുകൂടി ഇപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന അതേ ഗൗരവത്തിൽ ഈ ഒരു സാമൂഹിക പ്രശ്നം എന്ന വിഷയം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത് ചർച്ച ചെയ്യണമെന്ന നിലപാടാണ് ഭരണപക്ഷത്തിനുള്ളത് എന്നത് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. സഭയിൽ 12 മണി മുതൽ 2 മണിക്കൂർ നേരമായിരിക്കും ചർച്ച. സമഗ്ര വിവരങ്ങളാണ് ഷീജ നൽകിയത്.